വിദ്യാഭ്യാസ വകുപ്പും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും കൂടി ചേർന്നുകൊണ്ട് ഒരു പുതിയ പദ്ധതി നടപ്പിലാക്കുകയാണ്. അത് റോഡ് സുരക്ഷയെക്കുറിച്ചുള്ളതാണ്. കുട്ടികളുടെ പാഠപുസ്തകത്തിൽ റോഡ് സേഫ്റ്റി ഉൾപ്പെടുത്തണമെന്ന് വളരെ വർഷങ്ങളായി ആവശ്യമുയർന്നിട്ടുണ്ട്. അതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ പലപ്പോഴും നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അതിൽ ഒരു താല്പര്യം കാണിച്ചതുകൊണ്ട് നമ്മളൊരു പദ്ധതി തയ്യാറാക്കി. ഈ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പോലെ NCC പോലെ സ്കൂളുകളിൽ നമ്മൾ റോഡ് സുരക്ഷയ്ക്ക് വേണ്ടി റോഡ് സേഫ്റ്റി കേഡറ്റ് എന്ന ഒരു പദ്ധതി തുടങ്ങുകയാണ്. ഒരു സ്കൂളിൽ നിന്ന് 30 കുഞ്ഞുങ്ങൾ അതിലുണ്ടാവും. അവർക്കുള്ള പരിശീലനം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ്, മറ്റ് വിഭാഗത്തിൽപ്പെട്ടവരെല്ലാവരും കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ പദ്ധതി ഈ മാസം തന്നെ ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഡേറ്റ് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ നമ്മളത് മാവേലിക്കരയിൽ ഡോൺ ബോസ്കോ സ്കൂളിലാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് തന്നെ ഈ കുട്ടികൾ ഇത് പഠിക്കും. പഠിച്ചതിന് ശേഷം നമ്മൾ അവർ പരിശീലനം കൊടുത്തു. പക്ഷേ ആ കുഞ്ഞുങ്ങൾ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക്, അതായത് ഹൈസ്കൂളിലുള്ള 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും കുട്ടികളെ ഒഴിവാക്കും. 8 മുതൽ 8, 9, 11 ക്ലാസ്സുകളിലാണ് ഈ ബാച്ചിൽ വരുന്നത്. അപ്പോൾ ആ കുട്ടികളായിരിക്കും ഈ സ്കൂൾ വിട്ട് കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ റോഡ് ക്രോസ് ചെയ്യുന്നത്, മറ്റു കാര്യങ്ങൾ. ഇവരെ കൊണ്ട് തന്നെ നമ്മൾ പല സ്ഥലത്തും പരിശീലനം കൊടുക്കും. ട്രാഫിക് നിയന്ത്രിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള പരിശീലനം മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാരുടെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും സാന്നിധ്യത്തിൽ ഇവരെ പരിശീലിപ്പിക്കും. പിന്നെ വാഹനത്തെക്കുറിച്ച്, വാഹനത്തിൻ്റെ മെക്കാനിസത്തെക്കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കും. അങ്ങനെ അത് KSRTCയുടെ ഏതെങ്കിലും മെയിൻ വർക്ക്ഷോപ്പിലായിരിക്കും പരിശീലിപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ കുട്ടിക്ക് വാഹനത്തെക്കുറിച്ചും അതുപോലെ ട്രാഫിക്കിനെ കുറിച്ചും വലിയൊരു അവബോധം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മളൊരു സ്കൂളിൽ നടപ്പിലാക്കി. അതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഈ മാസം തന്നെ നിർവഹിക്കും. ബാക്കി കാര്യങ്ങൾ അദ്ദേഹം പറയും. ഈ കുഞ്ഞുങ്ങൾക്കുള്ള വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുള്ള ആനുകൂല്യങ്ങളും കാര്യങ്ങളും അദ്ദേഹം പറയും. റോഡ് സുരക്ഷാ ബോധവൽക്കരണം പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുക എന്ന സർക്കാർ നയത്തിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളിൽ റോഡ് സുരക്ഷാ സംസ്കാരം വളർത്തിയെടുക്കുന്നതിനായി മോട്ടോർ വാഹന വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് റോഡ് സേഫ്റ്റി കേഡറ്റ് പ്രോഗ്രാം നടപ്പിലാക്കാൻ പോകും. സുരക്ഷിതമായ ഒരു റോഡ് സംസ്കാരം വളർത്തിയെടുത്ത് അപകടങ്ങൾ കുറയ്ക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ആത്യന്തിക ലക്ഷ്യം. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രിയോട് സൂചിപ്പിച്ചു. മാവേലിക്കരയിൽ വെച്ച് നടത്താൻ ജോൺ F. കെന്നഡി മെമ്മോറിയൽ സ്കൂളിൽ വെച്ചാണ് ഇതിന്റെ പൈലറ്റ് പ്രോഗ്രാം നടത്തുന്നത്. അന്ന് പരിശീലനം പൂർത്തിയാക്കിയ 30 കേഡറ്റ്സിന് പാസിംഗ് ഔട്ട് പരേഡ് നടത്തും. ആദ്യഘട്ടത്തിൽ ഓരോ വിദ്യാഭ്യാസ ജില്ലയിലും തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലാണ് മുൻഗണന. വരാനിരിക്കുന്ന അധ്യയന വർഷത്തെ തുടക്കത്തിൽ തന്നെ സംസ്ഥാന വ്യാപകമായി പദ്ധതിക്ക് തുടക്കം കൊടുത്തു. ഒരു ബാച്ചിൽ 30 കുട്ടികളാണ്. അതിന് മുൻകൂട്ടിയിട്ടുണ്ട് 15 മണിക്കൂർ പഠന ക്ലാസ്സുകൾ, 5 മണിക്കൂർ പ്രവൃത്തി പരിചയം, 10 മണിക്കൂർ ശാരീരിക പരിശീലനം എന്നിവ നൽകുന്നു. നീന്തൽ, അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. നീന്തൽ ഈ കുട്ടികളെ പഠിപ്പിക്കുക. നിർബന്ധമായും ജീവൻ രക്ഷാ പരിശീലനം എന്നുള്ള രീതിയിൽ പഠിപ്പിക്കുക. റോഡ് നിയമങ്ങൾ കൂടാതെ അഗ്നിശമന സേനയുമായി ചേർന്ന് ട്രോമ കെയർ, പ്രഥമ ശുശ്രൂഷ, ലഹരി വിരുദ്ധ പ്രവർത്തനം എന്നിവയും സാങ്കേതിക പരിശീലനം. KSRTC വർക്ക്ഷോപ്പുകൾ വഴി സാങ്കേതിക പ്രവൃത്തി പരിചയവും ലഭ്യമാക്കും. സ്കൂൾ വാനുകളിൽ സേഫ്റ്റി കോർഡിനേറ്റർമാരായി പ്രവർത്തിക്കാനും സ്കൂൾ പരിസരത്തെ ഗതാഗതം നിയന്ത്രിക്കുവാനും കേഡറ്റുകളെ വിനിയോഗിക്കും. അപകട സ്ഥലങ്ങൾ സന്ദർശിച്ച് അപകട കാരണങ്ങൾ വിശകലനം ചെയ്യുവാൻ AVD ഉദ്യോഗസ്ഥന്മാരെ ഇവർ സഹായിക്കും. ചുവപ്പിൽ കറുപ്പും മഞ്ഞയും വരകളുള്ള ടീഷർട്ട്, കറുത്ത പാൻസ്, ഷൂസ്, മറൂൺ ക്യാപ്പ് എന്നിവയാണ് യൂണിഫോം. യൂണിഫോമിനായി KRSA ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ ബഹുമാനപ്പെട്ട മന്ത്രി അനുവദിച്ചു. കുട്ടികളുടെ സൗജന്യ യൂണിഫോമാണ്. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് മോട്ടോർ വാഹന വകുപ്പ് സർട്ടിഫിക്കറ്റ് നൽകും. ഇവർക്ക് ഗ്രേസ് മാർക്ക് നൽകുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയാണ്. റോഡ് സുരക്ഷാ നിയമങ്ങൾ അറിയിക്കും. ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ, കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവും. നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തില്ല എന്ന് മാത്രം. MED ലീഡ്സ് എന്നൊരു ആപ്പുണ്ട്. അതിപ്പോൾ നിലവിലുണ്ട്. അതുകൂടി ഈ കുട്ടികളെ പരിശീലിപ്പിക്കും. അതായത് നമ്മുടെ റോഡ് സുരക്ഷാ നിയമങ്ങൾ
LED ലീഡ്സ് എന്നുള്ള ആപ്പ് പബ്ലിക്കിന് ചെയ്യാം. നമ്മുടെ ഈ ലേണേഴ്സ് ടെസ്റ്റിൻ്റെ ഒരു മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ അത് നിരന്തരമായി ചെയ്യുമ്പോൾ നിർബന്ധമായും എല്ലാ നിയമങ്ങളിലൂടെയും എല്ലാ റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ MED ലീഡ് കുട്ടികളെ കൊണ്ട് കൂടുതൽ ചെയ്യിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ MED ലീഡ് ഉദ്യോഗസ്ഥന്മാർക്ക് ബാധകമാക്കുകയാണ്. എല്ലാ ഉദ്യോഗസ്ഥന്മാരും മാസത്തിൽ ഒരു ദിവസം ഒരു പ്രാവശ്യം MED ലീഡ്സ് ആപ്പ് പരീക്ഷ എഴുതി ജയിച്ചിരിക്കണം. അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഇൻസ്ട്രക്ടർമാർക്കും 3 മാസത്തിലൊരിക്കൽ ഈ പരീക്ഷ ബാധകം. പരീക്ഷയ്ക്ക് പൈസ ഒന്നും കൊടുക്കണ്ട, നമ്മുടെ മൊബൈലിൽ തന്നെ ചെയ്യാം. പക്ഷെ പാസ്സായി എന്നുള്ള കാര്യം നമ്മളെ അറിയിക്കണം. അത് അങ്ങനെ ഒരു ആപ്പാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾ ഇത് പാസ്സാവുമ്പോൾ അവർക്ക് മാസമായിട്ട് സ്കൂളിലെ കുട്ടികളെ മുഴുവൻ മൊബൈൽ ഫോൺ വെച്ചുകൊണ്ട് അവരെ മുഴുവൻ ആളുകൾക്ക് ഒരുമിച്ച് പരീക്ഷ നടത്താൻ MED ലീഡ്സിൽ കഴിയും. അതിനകത്തെല്ലാം ഡിഫറൻറ്റ് ചോദ്യങ്ങളായിരിക്കും വരുന്നത് ഓരോ ഫോണിലും. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഈ കുഞ്ഞുങ്ങളെ കൂടുതൽ പരിശീലിപ്പിക്കുമ്പോൾ മറ്റു കുട്ടികളെ ടെസ്റ്റ് നടത്താൻ ഇവരെ ഏൽപ്പിക്കും. അപ്പോൾ ചെറിയ ക്ലാസ്സിലുള്ള കുഞ്ഞുങ്ങളെ ഇവർ പരിശീലനം നേടിയ ശേഷം അവർക്ക് ട്രാഫിക്കിനെ പറ്റിയുള്ള ബോധവൽക്കരണം, റോഡ് സുരക്ഷയെ പറ്റിയുള്ള ബോധവൽക്കരണം കൊടുത്തുകൊണ്ടേയിരിക്കും. ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഇത് ചെയ്യുന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കും. അവർക്ക് ഭാവിയിൽ അത് ഡ്രൈവിംഗ് ടെസ്റ്റിനും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നാളെയായിട്ട് ഈ പരിശീലനം പൂർത്തിയാക്കുമ്പോൾ നമ്മളൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. ആ സർട്ടിഫിക്കറ്റ് ഭാവിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റിനൊക്കെ പോകുമ്പോൾ അവർക്കത് ഒരു പ്രയോറിറ്റി കിട്ടാനുള്ള സംവിധാനമാണ്. സംശയം ഇല്ല, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് നടത്തുന്ന പോലെ നടത്തും. കാരണം അതിപ്പോൾ സമയത്തെ ബാധിക്കുന്നില്ല. അതേപോലെ ഇത് നടത്തും. അതിലുള്ള കുട്ടികൾ ഇതിലുണ്ടാവില്ല. ഇത് വേറെ ഒരു സെറ്റ് കുട്ടികളായിരിക്കും. 30 കുട്ടികൾ ഒരു സ്കൂളിൽ വേറെ ആയിരിക്കും, വേറെ കുഞ്ഞുങ്ങളായിരിക്കും. ഇപ്പോൾ NCC ഉള്ള സ്കൂളുണ്ട്, അവർ NCCക്ക് പോകുന്നില്ല. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് അതുപോലെ ഒരു സമയം അവർക്കും കൊടുക്കുന്നുള്ളൂ. അല്ല ക്ലാസ് കട്ട് ചെയ്തിട്ടല്ലല്ലോ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റാണ്. നമ്മുടെ അനുഭവത്തിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ കുട്ടികളുടെ നല്ലവണ്ണം അവർക്ക് നല്ല പരിശീലനവും നല്ല നിലയിൽ അവർക്ക് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയും. നമ്മളാരും പ്രതീക്ഷിക്കുന്ന അപ്പുറമാണ്. ഞാനൊരു സ്കൂളിന്റെ മാനേജരാണ്, 2-3 സ്കൂളിന്റെ മാനേജർ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അവിടെ രക്ഷകർത്താക്കളെ സംബന്ധിച്ച് NCC വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് എടുക്കുന്നത്. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ഇതിൽ ചേരാൻ വേണ്ടി രക്ഷകർത്താക്കൾ ഭയങ്കരമായ സമ്മർദ്ദം നമ്മളെ ചെലുത്തുകയാണ്. NCCയിലൊക്കെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾ വളരെ അപ്സെറ്റ് ആവുകയാണ്. കാരണം ഇങ്ങനെ മിനിസ്റ്റർ പറഞ്ഞ പോലെ എക്സ്ട്രാ കരിക്കുലറായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഗ്രേസ് മാർക്ക് കൂടിയൊക്കെ വന്നു കഴിയുമ്പോഴേക്കും വലിയ താല്പര്യം. സ്റ്റുഡൻസ് പോലീസ് ചേരാനൊക്കെ കുഞ്ഞുങ്ങൾക്ക് വലിയ താല്പര്യമാണ്. സ്കൗട്ട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ചേരണമെന്ന് അവർക്ക് ഭയങ്കര നിർബന്ധമുണ്ട്. രക്ഷകർത്താക്കൾക്കും അക്കാര്യത്തിൽ വളരെ നിർബന്ധമുണ്ട്. അപ്പോൾ അത് നമ്മൾ ഗുണം ചെയ്യും. ഇത് അതുകൊണ്ട് ക്ലാസ്സിനെ ഒന്നും ബാധിക്കില്ല. അവർക്കൊരു അഡീഷണൽ ഒരു ആശയം കൂടി മനസ്സിലാക്കാനുള്ളൊരു അവസരമാണ്. ഇതിലെന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഓരോ കാര്യം SSLC പരീക്ഷയുടെ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. വളരെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. പരീക്ഷാ ഫലവും അതിന്റെ തീയതി വളരെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പൊ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി സോഷ്യൽ മീഡിയ അതുപോലെ ഉള്ള ചില മാധ്യമങ്ങളിലൊക്കെ തന്നെ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് ഭയപ്പാടുണ്ടാകുന്ന രൂപത്തിലുള്ള ചില വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ രക്ഷകർത്താക്കളും കുട്ടികളും ഒക്കെ തന്നെ വിദ്യാഭ്യാസ വകുപ്പുമായിട്ടും മന്ത്രിയായിട്ടൊക്കെ തന്നെ ബന്ധപ്പെടുകയാണ്. ചിലവർ മുമ്പാർപ്പം തന്നെ കൊണ്ടുവരികയാണ്. അപ്പൊ അവരുടെ ആശങ്ക എന്ന് വെച്ചാൽ പരീക്ഷ എഴുതാൻ പ്രയാസമായിരിക്കുമോ എന്നുള്ള ആശങ്കയാണ്. നമുക്കത് ആ പ്രയാസമാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. കഴിഞ്ഞ വർഷം SSLC പരീക്ഷ എങ്ങനെയാണ് നടത്തിയത് അതേ രീതിയിൽ ആയിരിക്കും ഈ പ്രാവശ്യത്തെ SSLC പരീക്ഷ നടക്കുന്നത്. ചില മാധ്യമങ്ങളിലൊക്കെ തന്നെ വരുന്ന വാർത്ത കണ്ടുകൊണ്ട് കുട്ടികളും രക്ഷകർത്താക്കളും ഉത്കണ്ഠപ്പെടേണ്ട ഒരു കാര്യവും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കഴിഞ്ഞ വർഷം പരീക്ഷ എഴുതി ഫലപ്രഖ്യാപനം നടത്തി +1 ക്ലാസ്സിലത്തേക്ക് 100% കുട്ടികളെയും പ്രവേശനം കൊടുത്തതുപോലെയുള്ള സംവിധാനങ്ങൾ തന്നെയാണ് ഗവൺമെന്റ് ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് SSLC പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം
കുട്ടികൾക്കോ രക്ഷകർത്താക്കൾക്കോ ഇതിലൊരു ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. ചില അധ്യാപകരും ചില തെറ്റായ പ്രചരണം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ട്യൂഷൻ എടുക്കുന്ന സ്ഥാപനങ്ങളിലെ അധ്യാപകരും കാര്യങ്ങൾ മനസ്സിലാക്കാതെയുള്ള പ്രചരണം നടത്തുന്നുണ്ട്. ഇത് നമ്മുടെ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളെ ബാധിക്കുന്ന പ്രശ്നമാണ്. പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ കുട്ടികളെ ഭയപ്പെടുന്ന രൂപത്തിലുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് ഇത്തരം മാധ്യമങ്ങൾ ഒഴിവാക്കണമെന്നുള്ള അഭ്യർത്ഥന കൂടി ഞാൻ നടത്തുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.